അതാണ്ടേ നമ്മുടെ സാധാരണ കോഴിമുട്ടയുടെ അടുത്തിരിക്കുന്ന ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഒരു 20 മുട്ടയ്ക്ക് തുല്യമായിരിക്കും മിക്കവാറും ഇതേലൊരെണ്ണം. അപ്പോൾ നമുക്കിതൊന്ന് ഓംപ്ലേറ്റ് അടിച്ചൊന്ന് നോക്കാം. മേടിച്ച വലിയ ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇന്ന് നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളെല്ലാവരും കൂടി. ഇന്ന് നമുക്ക് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ മേടിച്ച കണ്ടോ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയും കോഴിമുട്ടയിലുള്ള വ്യത്യാസം. അങ്ങനെ നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇന്നത്തെ നമ്മുടെ ചെഫ് എന്ന് പറയുന്നത് ഷൈജു ആണ്. അസിസ്റ്റ് ഇന്ന് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ നോക്കി നിൽക്കാനായിട്ട് കാണിയായിട്ട് ഇന്ന് നമ്മുടെ മാസ്റ്ററിനെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. കാഴ്ചക്കാർ വീണ്ടും ഉണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവാണ്. മുട്ട 2 രീതിയിലുള്ളതും അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട ഓംപ്ലേറ്റുകളുടെ മായാപ്രപഞ്ചം ഒട്ടകപ്പക്ഷിയുടെ വേണ്ടേ സൂപ്പറായിട്ടാണ് അയക്കുന്നത്. കഴിച്ചു നോക്കിയിട്ടും നല്ല കിടുക്കാച്ചി സാധനമാണ് കണ്ടോ. ഇനി ഇരിക്കുന്നേ ഉള്ളൂ. ഒരു 10-20 പേർക്കില്ലേ സുഖമായിട്ട് കഴിക്കാം. നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയൊക്കെ സെറ്റ് ആക്കിയിട്ട് എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനു മുമ്പേ ആരൊക്കെ കഴിച്ചിട്ടുണ്ടേ? ആരുമില്ല, ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് മുട്ട ഇത് തേങ്ങ ഇട്ടത്. ഓക്കെ, കഴിച്ചിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്. പോട്ടെ നോക്കട്ടെ മുട്ടയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന്. താറാവ് മുട്ടയുടെ രുചിയാണോ കോഴിമുട്ടയുടെ? കേക്ക് പോലാണ്, ബർത്ത്ഡേ കേക്ക് പോലാണ് എല്ലാവരും കേട്ടോ. നോക്കി അല്ല സൂപ്പർ അല്ലേ. അടുത്തത് വേണ്ടേ തേങ്ങ ഇടാത്തത് ഓംപ്ലേറ്റ്, ഓർഡിനറി ഓംപ്ലേറ്റ്. ഇതാണ് നമ്മുടെ മുട്ട വിശേഷം ഇന്നത്തെ. എങ്ങനെയുണ്ട്? അപ്പൊ സാധാ ഓംപ്ലേറ്റ് ആണ് അടിപൊളി എന്നാണ് അഭിപ്രായം, തേങ്ങ ഇടാത്തത്. അപ്പം ഒട്ടകപ്പക്ഷിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ വീക്കെൻഡ് വ്ളോഗ് ഇതിനോട് കൂടെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്ത അത് തന്നെ ഒരു മുട്ട കൊണ്ട് ഇനി ഒരു 10-20 പേരുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അതെ, അടുത്ത വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.